സംസ്ഥാന ബജറ്റിൽ പ്രതീക്ഷയോടെ റബ്ബർ കർഷകർ. അടിസ്ഥാന വില 250 രൂപയാക്കുമെന്ന പ്രഖ്യാപനം നടപ്പാക്കണം. കർഷകരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം വേണമെന്നും ആവശ്യം. വാഴൂർ പാറാംതോടിലെ കഞ്ചാവ് മാഫിയയുടെ അഴിഞ്ഞാട്ടം. മാഫിയ തലവൻ ഉൾപ്പെടെ 2 പേർ പിടിയിലായത് സനു, രമേശ് എന്നിവർ. പ്രതികളെ പിടികൂടിയത് ഓപ്പറേഷൻ തൂഫാനിലൂടെ. പെൻഷൻ പ്രായമുയർത്തി ഏകീകരിക്കണമെന്ന ആവശ്യം കോട്ടയം NGO അസോസിയേഷന്റെ അവകാശ സംരക്ഷണ സദസ്സ്. അവയവക്കടത്ത്. വാഴൂർ പുളിക്കൽ കവല സ്വദേശിനിയുടെ വീട്ടിൽ ED റെയ്ഡ്. വാർത്തകൾ വിശദമായി. നാളെ അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റിൽ പ്രതീക്ഷ അർപ്പിച്ച് റബ്ബർ കർഷകർ. കഴിഞ്ഞ 10 വർഷമായി ഇടത് സർക്കാർ കർഷകർക്ക് നൽകിയിരുന്ന വാഗ്ദാനം പാലിക്കപ്പെട്ടിരുന്നില്ലെന്നും കർഷകർ പറയുന്നു. നാളെ അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റിൽ പ്രതീക്ഷ അർപ്പിച്ച് സംസ്ഥാനത്തെ റബ്ബർ കർഷകർ. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടത് സർക്കാർ റബ്ബർ കർഷകർക്ക് നൽകിയിരുന്ന വാഗ്ദാനം പാലിക്കപ്പെട്ടിരുന്നില്ലെന്നും കർഷകർ പറയുന്നു. ഇപ്പോൾ നിലവിലുള്ളതിലെ ഏറ്റവും ഉയർന്ന വിലയാണ് റബ്ബർ ഷീറ്റിന് ലഭിക്കുന്നത്. RSS പൂർണ്ണം റബ്ബറിന് 272 രൂപയും ഒട്ടുപാലിന് 245 രൂപയുമാണ്. ക്രൂഡ് ഓയിലിന്റെ വില കുറയുമ്പോൾ റബ്ബറിന്റെ വിലയും കുറയുന്നതിനുള്ള സാഹചര്യമാണുള്ളത്. അതിനാൽ തന്നെ റബ്ബറിന്റെ അടിസ്ഥാന വില 250 രൂപയാക്കുമെന്ന പ്രഖ്യാപനം ബജറ്റിൽ നടപ്പാക്കണമെന്ന് കർഷക സംഘം ജില്ലാ ജനറൽ സെക്രട്ടറി എബി ഐപ്പ് പറയുന്നു. കേരളത്തിലെ റബ്ബർ കർഷകർ വരും ദിവസങ്ങളിൽ വരുന്ന സംസ്ഥാന ബഡ്ജറ്റിനെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷ സർക്കാർ ഇവിടുത്തെ റബ്ബർ കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ ഈ പറയുന്ന റബ്ബർ വിപണിയിൽ ഉണ്ടായിരിക്കുന്ന വില വർധനവ് അത് തികച്ചും ചുരുങ്ങിയ സമയത്തേക്ക് മാത്രം ഉണ്ടാകാനുള്ള സാഹചര്യമാണ് കാണുന്നത്. ക്രൂഡ് ഓയിലിൻ്റെ വില വലിയ തോതിൽ കുറയുന്ന സാഹചര്യത്തിൽ റബ്ബർ വില ഇടിയാതിരിക്കുവാൻ റബ്ബറിൻ്റെ അടിസ്ഥാന വില 250 രൂപ ആക്കാമെന്നുള്ള UDF സർക്കാരിൻ്റെ ഉറപ്പ് ഈ ബഡ്ജറ്റിൽ നടപ്പാക്കുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിലാണ് കർഷകർ. റബ്ബർ ബോർഡ് ചെയർമാനായി കോട്ടയംകാരനായ N ഹരി സ്ഥാനമേൽക്കുന്നതിനെയും റബ്ബർ കർഷകർ സ്വാഗതം ചെയ്യുന്നു. കർഷകരുടെ പ്രതീക്ഷയ്ക്കൊത്തുയരാൻ N ഹരിക്ക് കഴിഞ്ഞാൽ കർഷകരുടെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിയുമെന്നും എബി ഐപ്പ് പറഞ്ഞു. വളരെ നാളുകൾക്ക് ശേഷം ഈ പറയുന്ന റബ്ബർ ബോർഡിന്റെ ചെയർമാനായി ഒരു മലയാളി എത്തിയിരിക്കുന്നു. അതും ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ടുള്ള ഒരാൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ഈ പറയുന്ന കർഷകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉയർന്നാൽ കേരളത്തിൽ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന റബ്ബർ കർഷകരുടെ പ്രതിസന്ധികൾക്ക് ഒരു പരിധി വരെ പരിഹാരം കാണാനാകും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വാഴൂർ പാറാംതോട് ഭാഗത്ത് കഞ്ചാവ് മാഫിയ നാട്ടുകാരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് രാസലഹരി വാഴൂരിലെത്തിച്ച 2 പ്രതികളെ പള്ളിക്കത്തോട് പോലീസ് ഓപ്പറേഷൻ തൂഫാനിലൂടെ പിടികൂടി. പുളിക്കൽ കവല സ്വദേശി സനു, കൊടുങ്ങൂർ പാണപുഴ രമേശ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ അറസ്റ്റിലാകുമെന്നും പള്ളിക്കത്തോട് പോലീസ് അറിയിച്ചു. അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് പുളിക്കൽ കവല സ്വദേശിനിയുടെ വീട്ടിൽ ED റെയ്ഡ്. ഉദയപുരം പുളിക്കൽ കവലയിലെ മായയുടെ വീട്ടിലാണ് സംഘം പരിശോധന നടത്തിയത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. വിവിധ ആവശ്യങ്ങളുമായി NGO അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റി അവകാശ സംരക്ഷണ സദസ്സ് നടത്തി. പെൻഷൻ പ്രായമുയർത്തി ഏകീകരിക്കണമെന്നാണ് പ്രധാന ആവശ്യം. NGO അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവകാശ സംരക്ഷണ സദസ്സ് കോട്ടയം കളക്ടറേറ്റിൽ നടത്തി. പെൻഷൻ പ്രായമുയർത്തി ഏകീകരിക്കുക, ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, മെഡിസെപ് 2ാം ഘട്ടം ജീവനക്കാർക്ക് ഗുണകരമാകുന്ന രീതിയിൽ നടപ്പിലാക്കുക, പങ്കാളിത്ത പെൻഷൻ വിഭാഗം ജീവനക്കാരുടെ ആശങ്കകൾ പരിഹരിക്കുക തുടങ്ങിയ വിഷയങ്ങൾ സദസ്സിൽ ഉന്നയിച്ചു. NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സതീഷ് ജോർജിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടോമി കല്ലാനി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി സോജോ തോമസ്, സെറ്റോ ജില്ലാ ചെയർമാൻ രഞ്ജു K മാത്യു, NGO അസോസിയേഷൻ KGOU ഇടുക്കി ജില്ലാ സെക്രട്ടറി രാജേഷ് ബേബി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഷറഫ് പറപ്പള്ളി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കണ്ണൻ ആൻഡ്രൂസ്, ഷാജി മോൻ PS, റോബി J, ശ്രീകുമാർ S, ജില്ലാ ഭാരവാഹികളായ സജിമോൻ C എബ്രഹാം, ബിജിമോൻ PB, സിജിൻ മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. KK റോഡിൽ പൊൻകുന്നം 19ാം മൈലിൽ കുടുക്കാമല വളവിന് സമീപം KSRTC ബസിന് മുന്നിലേക്ക് ചാടിയ യുവാവിന് ദാരുണാന്ത്യം. ആർപ്പൂക്കര സ്വദേശി TS രാജേഷാണ് മരിച്ചതെന്ന് സൂചന. ഇയാളുടെ പക്കൽ നിന്നും ലഭിച്ച തിരിച്ചറിയൽ രേഖകളിൽ നിന്നാണ് മരിച്ചയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. കുമളിക്ക് പോകുകയായിരുന്ന KSRTC ഓർഡിനറി ബസിന് മുന്നിലേക്കാണ് യുവാവ് ചാടിയത്. വിദ്യാഭ്യാസ മേഖലയെ UDF സർക്കാർ തകർക്കുകയാണെന്ന് ഇടത് അധ്യാപക സംഘടനയായ KSTM. സർക്കാർ നിലപാടുകൾക്കെതിരെ കോട്ടയത്ത് KSTA ജില്ലാ കമ്മിറ്റി ധർണ നടത്തി. വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന UDF സർക്കാർ നിലപാടുകൾക്കെതിരെ KSTA ജില്ലാ കമ്മിറ്റി കോട്ടയത്ത് ധർണ നടത്തി. സെൻസസ് ചുമതലയുള്ള അധ്യാപകർക്ക് ഡ്യൂട്ടി ലീവ് അനുവദിക്കുക, അധ്യാപകരുടെ പ്രമോഷൻ, സ്ഥാനമാറ്റ നടപടികൾ വേഗത്തിലാക്കുക, ധവളപത്രത്തിന്റെ മറവിൽ വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള നീക്കം അവസാനിപ്പിക്കുക, ഗോത്രബന്ധു അധ്യാപകരെ പിരിച്ചുവിട്ട നടപടി റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. തിരുനക്കരയിൽ നടന്ന ധർണ KSTA സംസ്ഥാന സെക്രട്ടറി PJ ബിനേഷ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ
കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം ഏറ്റവും സജീവമായി പ്രവർത്തിച്ച 10 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട VD സതീശൻ നയിക്കുന്ന കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം ഞങ്ങളൊക്കെ പൊതുവെ സൂചിപ്പിക്കൽ പൊതുവിദ്യാഭ്യാസത്തിന്റെ വസന്തകാലം എന്നാണ്. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സമാനതകളില്ലാത്ത വികസനം സാധ്യമാക്കിക്കൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ഭരണം പൂർത്തീകരിച്ചത്. ജില്ലാ പ്രസിഡന്റ് PA ജാസ്മിൻ അധ്യക്ഷയായി. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KJ പ്രസാദ്, VK ഷിബു, ജില്ലാ ഭാരവാഹികളായ R ധർമ്മകീർത്തി, B2P ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ദേശീയ സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ കോട്ടയം ജില്ലയിൽ തുടങ്ങി. എല്ലാവരും സെൻസസിന്റെ പങ്കാളികളാകണമെന്ന് സെൻസസ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ പറഞ്ഞു. ദേശീയ സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷന് കോട്ടയം ജില്ലയിൽ തുടക്കം കുറിച്ചു. സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസ് അദ്ദേഹത്തിന്റെ വസതിയിൽ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസറായ ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണയുടെ സാന്നിധ്യത്തിൽ സെൽഫ് എന്യൂമറേഷൻ നടത്തി. അഡീഷണൽ ജില്ലാ സെൻസസ് ഓഫീസർ PA അമാനത്ത്, സെൻസസ് മാസ്റ്റർ ട്രെയിനർ M അരുൺ എന്നിവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് കളക്ടറേറ്റിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ജീവനക്കാർക്ക് സെൽഫ് എന്യൂമറേഷൻ നടത്തി. സെൽഫ് എന്യൂമറേഷനിൽ എല്ലാ ജീവനക്കാരും പങ്കുചേരണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചു. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് സോളി ആന്റണിയും ചടങ്ങിൽ സന്നിഹിതയായി. കുടുംബങ്ങൾ സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സെൽഫ് എന്യൂമറേഷന് ജൂൺ 30 വരെ സൗകര്യമുണ്ടാകും. വീടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാത്രമാണ് സെൽഫ് എന്യൂമറേഷനിലൂടെ നൽകാൻ കഴിയുക. 34 ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഓണക്കനി നിറപൊലിമ പദ്ധതിക്ക് എലിക്കുളം പഞ്ചായത്തിൽ തുടക്കം. പ്രസിഡന്റ് യമുന പ്രസാദ് ബന്ദിച്ചെടി നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഓണക്കാലത്ത് പൂക്കൾ, പച്ചക്കറി എന്നിവയിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമാക്കി കുടുംബശ്രീ വിഭാവനം ചെയ്യുന്ന ഓണക്കനി നിറപ്പൊലിമ പദ്ധതിക്ക് എലിക്കുളം ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡിലെ ധനലക്ഷ്മി അനുഗ്രഹ കുടുംബശ്രീ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിലുള്ള തളിർ കർഷക സംഘമാണ് കൃഷി നടത്തുന്നത്. ബന്ദിപ്പൂ ചെടികൾ നട്ട് എലിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യമുന പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്യൂസ് പെരുമനങ്ങാട് അധ്യക്ഷനായി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാലാ കൊട്ടാരമറ്റത്തെ വിവാദമായ ഓട്ടോ സ്റ്റാൻഡ് വിഷയത്തിൽ മുഴുവൻ കൗൺസിലർമാരും തൊഴിലാളികൾക്കൊപ്പം. വിഷയത്തെപ്പറ്റി പഠിക്കാൻ നഗരസഭാ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായി ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം പറഞ്ഞു. പാല കൊട്ടാരമറ്റത്ത് വിവാദ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് വിഷയത്തിൽ നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാരും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കൊപ്പം. വിഷയം പഠിക്കാൻ നഗരസഭാ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായി അധ്യക്ഷ ദിയ ബിനു കൗൺസിലിനെ അറിയിക്കുകയും ഡയസിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവ് ബിജു പാലോപ്പടവൻ വിഷയം ചർച്ച ചെയ്യാൻ അടിയന്തര കൗൺസിൽ ചേരണമെന്നാവശ്യപ്പെട്ട് ഇടതുപക്ഷത്തെ 12 പേർ ഒപ്പിട്ട കത്ത് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൗൺസിൽ യോഗം ചേർന്നത്. യോഗം ആരംഭിച്ച ഉടൻ മറ്റ് 3 വിഷയങ്ങൾ ചെയർപേഴ്സൺ ആദ്യം വായിക്കുകയും 4-മതായി ഓട്ടോറിക്ഷ സ്റ്റാൻഡ് സംബന്ധിച്ച പ്രതിപക്ഷാംഗങ്ങളുടെ ആവശ്യം വായിക്കുകയും ചെയ്തു. ഭരണപക്ഷത്തെ 14 കൗൺസിലർമാർ സ്റ്റാൻഡിന് അനുകൂലമായി ഒപ്പിട്ട് ചെയർപേഴ്സൺ കത്ത് നൽകിയതായും അറിയിച്ചു. ഇത് സംബന്ധിച്ച് പഠിക്കാൻ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായി അറിയിക്കുകയായിരുന്നു. കൗൺസിൽ യോഗത്തിന് മുമ്പ് UDF പാർലമെന്ററി പാർട്ടി യോഗം UDF ഓഫീസിൽ ചേർന്നിരുന്നു. വിഷയം ചർച്ച ചെയ്യാൻ പോലും സമ്മതിക്കാതെ ചെയർപേഴ്സൺ ഏകാധിപത്യ പ്രവണത കാണിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് ബിജു പാലോപ്പടവൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന ബജറ്റിൽ പ്രതീക്ഷയോടെ റബ്ബർ കർഷകർ. അടിസ്ഥാന വില 250 രൂപയാക്കുമെന്ന പ്രഖ്യാപനം നടപ്പാക്കണം. കർഷകരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം വേണമെന്നും ആവശ്യം. വാഴൂർ പാറാന്തോട്ടിലെ കഞ്ചാവ് മാഫിയയുടെ അഴിഞ്ഞാട്ടം. മാഫിയ തലവൻ ഉൾപ്പെടെ 2 പേർ പിടിയിലായത് സനു, രമേശ് എന്നിവർ. പ്രതികളെ പിടികൂടിയത് ഓപ്പറേഷൻ തൂഫാനിലൂടെ. പെൻഷൻ പ്രായമുയർത്തി ഏകീകരിക്കണമെന്ന ആവശ്യം കോട്ടയം NGO അസോസിയേഷന്റെ അവകാശ സംരക്ഷണ സദസ്സ്. അവയവക്കടത്ത്. വാഴൂർ പുളിക്കൽ കവല സ്വദേശിനിയുടെ വീട്ടിൽ ED റെയ്ഡ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.